ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് തലപതി വിജയുടെ ഡിവോഴ്സ് കേസായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വൈഫ് സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒരാളെ ഒരു ഡിവോഴ്സ് എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് അറിയില്ല. അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പൊതുജീവിതത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ പൊതുജീവിതത്തിൽ ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഡിവോഴ്സ് ബാധിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ഒരു ബിഗ് സ്റ്റാർ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഡിവോഴ്സ് കേസ് സംഭവിച്ചാൽ, അപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ തമിഴ് അല്ലെങ്കിൽ മലയാളം ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒരുപാട് ആക്ടേഴ്സിന് ഡിവോഴ്സ് കേസുകൾ സംഭവിക്കുകയും ഒരുപാട് പേര് വീണ്ടും പുനർവിവാഹം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അവരെ ഫിലിംസിൽ ബാധിക്കില്ല. കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ഒരു മേഖലയാണ്. അതായത് സിനിമ വരുമ്പോഴത്തേനും അതിൽ ആളുകൾ കാണുന്നത് അത് ആ സമയത്ത് അവർ എൻജോയ് ചെയ്യുന്നു, അവർ പോകുന്നു എന്ന് മാത്രം. അതൊരു പൊതു ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതൊരു പൊതു ജീവിതമേ അല്ല സിനിമ എന്ന് പറഞ്ഞത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 മായിക ലോകം പോലെയാണ്. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ 2-3 മണിക്കൂർ തിയേറ്ററിൽ കാണുന്ന ഒരു ഫണ്ണാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ രാഷ്ട്രീയം പോലൊരു മേഖലയിലേക്ക് അദ്ദേഹം ഇറങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഡിവോഴ്സ് വന്നത് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ ബാധിക്കും. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ വോട്ട് ചോദിച്ചൊക്കെ പോകുമ്പോൾ ആളുകളുടെ ഇടയിൽ നിന്നും ഈ ഒരു ചോദ്യം ഉണ്ടാവും. അതായത് ഈ സ്വന്തം കുടുംബം നോക്കാൻ കഴിവില്ലാത്ത ആളാണോ ഇനി സമൂഹം നോക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് 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 വിമർശന വിമർശനാത്മകമായ ചോദ്യങ്ങൾ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അത് എന്തൊക്കെ നമ്മൾ ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. അതും തമിഴ്നാട് പോലുള്ള ഒരു ജനതയുടെ ഇടയിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ട്. കാര്യം അവർ കുടുംബജീവിതത്തിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ. അവരുടെ നേതാവിന്റെ ജീവിതം എപ്പോഴും അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അത് ഏത് ലെവലിലാണ്, അവരുടെ മക്കൾ എന്തെടുക്കുകയാണെന്നൊക്കെ അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഏറ്റവും അധികം സ്റ്റാർസിന്റെ മക്കളുടെ ജീവിതം നോക്കുകയും അവരെ പറ്റി ഏറ്റവും അധികം സംസാരിക്കുകയും ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ച് ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ ബാധിക്കും. ഇനി നമുക്കത് ഏതൊക്കെ തലത്തിലാണെന്ന് നോക്കാം. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മറ്റൊരു അലിഗേഷന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു നടിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഭവം വന്നതെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബാധിക്കുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. കാര്യം ഇതൊരു അനോണിമസ് ആയിരുന്നെങ്കിൽ, ഈ ഒരു കാരണം അറിയില്ലായിരുന്നെങ്കിൽ, ആർക്കും അറിയില്ലാത്തൊരു സംഭവമായിരുന്നെങ്കിൽ ഇത് കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോയേനെ. പക്ഷെ ഇത് അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് മാർക്കായിട്ട് ഇങ്ങനെ കിടക്കും. പിന്നീടാണെങ്കിലും ഈ ഒരു ചോദ്യം വരും, ഈ നടിയുടെ പേര് പറഞ്ഞുകൊണ്ട് പോലും ആളുകൾ കളിയാക്കുന്ന ഒരു രീതി വരും. അത് അദ്ദേഹം എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യാൻ പോകുന്നത് ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ. കാര്യം ഇലക്ഷൻ ഇവിടെ ആയി, ഇലക്ഷൻ എന്ന് പറഞ്ഞ വാതിൽ പടിയിലായി. അപ്പം ഈ ഒരു സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഈ കാര്യങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഈ ഡിവോഴ്സ് നടന്നാൽ സംഭവിക്കാൻ, അല്ലെങ്കിൽ ഈ ഡിവോഴ്സിന്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ വിജയുടെ വൈഫ് സംഗീത എന്ന് പറയുന്നത് ഒരു സാധാരണ അങ്ങനെ ഒരു ലെവലിലുള്ള ഒരാളല്ല. ഏറെക്കുറെ 400 കോടിയോളം ആസ്തിയുള്ള ഒരു ഒരു സ്ത്രീയാണ് അവര്. അവരിപ്പോ ഇന്ത്യയിലല്ല, UK-യിൽ. അതായത് അവരുടെ ഫാദറുടെ ബിസിനസ് ഫുള്ള് യു കെ ബേസ് ആണ്. അപ്പം ആ ഒരു UK-യിലാണ് ഇപ്പൊ അവർ സെറ്റിൽ ആയിരിക്കുന്നത്. നമ്മൾ ഇതിൽ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമായിട്ട് പിരിഞ്ഞു താമസിക്കുന്നവരാണ് വിജയും ഭാര്യ സംഗീത എന്ന് പറഞ്ഞത്. ഇത് സത്യത്തിൽ നമ്മളിൽ പലരും ഇതിപ്പോഴായിരിക്കും അറിയുന്നത്. ഈ ഒരു കേസിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വന്നപ്പോഴായിരിക്കും നമ്മൾ പലരും ഇത് അറിയുന്നത്. 5 വർഷമായിട്ട് ഇവർ മാറി താമസിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ ഇത് ഇത്രയും കാലമായി ഈ ഒരു ഒരു സംഭവം തുടങ്ങിയിട്ട്, അത് കറക്റ്റ് ഈ ഒരു ഇലക്ഷന്റെ സമയമായപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എത്രയൊക്കെയോ അടികളാണെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഈ ഡിവോഴ്സിന്റെ കേസ്, കരൂറിലെ ആ ഒരു കാര്യങ്ങൾ, പിന്നെ പുലി എന്ന് പറയുന്ന സിനിമയുടെ എന്തോ കാര്യവും പറഞ്ഞിട്ട്, ഞാൻ കറക്റ്റായിട്ട് എനിക്ക് അതിന്റെ ന്യൂസ് അറിയില്ല, അതുകൊണ്ട് ഞാനത് പറയാൻ പറ്റുന്നില്ല എനിക്ക്. അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു ന്യൂസ് ഇങ്ങനെ കണ്ടു, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ എന്തോ അദ്ദേഹത്തിന് എന്തോ ഒരു ഫൈൻ കിട്ടുന്ന ഒരു രീതിക്കുള്ള ഒരു കേസ് വന്നു. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും കറങ്ങിയുള്ള അടിയാണ് അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തമിഴ്നാട് ഇലക്ഷൻ ഇങ്ങനെ തൊട്ട് വാതുക്കെ വന്നൊരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് മതി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏതൊരു രാഷ്ട്രീയ നേതാവിനും പ്രചാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയും പ്രചാരണം ഭയങ്കര ബഹളമാണ്, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയുമെന്ന് പറഞ്ഞാലും പ്രചാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആളുകൾ നമ്മളെ എത്രത്തോളം നമ്മുടെ മുഖം കാണുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ ജനങ്ങളുടെ, അത് സൈക്കോളജിയാണ്, അതിനനുസരിച്ചാണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനൊരു കാര്യങ്ങൾ വന്നത് ഈ പ്രചാരണത്തിനെ ബാധിച്ചാൽ, കാര്യമായി ബാധിച്ചാൽ, അത് അദ്ദേഹത്തിന്റെ വിജയത്തെ ഉറപ്പായിട്ടും ബാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി എന്നൊരു ലെവലിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ പാർട്ടി സാധാരണ ഒരു നിലയിൽ നിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം സ്വന്തം പാർട്ടി തുടങ്ങി വന്നത്. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചേർന്നാൽ പോരായിരുന്നോ? അപ്പോൾ
ഈ ഒരു സമയത്ത് ഇത് വന്നത് വളരെ നല്ലൊരു എന്താ പറയാ വളരെ നല്ല കാര്യമാണ് ആർക്ക് ബാക്കി ഓപ്പോസിറ്റ് പാർട്ടീസിലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ നല്ല കാര്യമല്ല. കാര്യം പേഴ്സണൽ ജീവിതത്തിലും അല്ലെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് അടികളല്ലേ അദ്ദേഹം നേരിടുന്നത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനുള്ളിൽ ഇത്രയധികം കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി എന്താണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതെന്നും വിജയ് എന്ന നടന്റെ ജീവിതത്തിലും വിജയ് എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതത്തിലും എന്താണ് സംഭവിക്കുന്നത് നമുക്കിനി നോക്കിയിരുന്ന് കാണാം.